എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. നമ്മുടെയൊക്കെ വീടുകളിൽ പഴം വാങ്ങി ആദ്യം കുറേയൊക്കെ കഴിക്കും, അതിനുശേഷം അത് മാറ്റി വയ്ക്കും. ചിലപ്പോൾ അത് അവിടെ ഇരുന്ന് മറന്നു പോകും. പിന്നീട് അത് പഴുത്ത് അധികമായി പോയി കഴിയുമ്പോൾ ഒന്നിനും കൊള്ളില്ലാത്തൊരവസ്ഥയാകാറുണ്ട് അല്ലേ? അപ്പോൾ മിക്കപ്പോഴും അതെടുത്ത് കളയുകയാണ് പതിവ്. അപ്പോൾ ഇനി തൊട്ട് അതുപോലെ പഴുത്ത് അധികമായി പോകുന്ന പഴം എടുത്ത് കളയണ്ട. നമുക്കതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ ഏത് തരം പഴം കൊണ്ടും ഈ ഒരു സ്നാക്ക് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നമ്മൾ ചോറൊക്കെ തയ്യാറാക്കുന്ന കുത്തരിയാണ് എടുത്തിരിക്കുന്നത്, മട്ട റൈസ്. ഇനി ഇത് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഈ അരി നമ്മൾ വറക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ കഴുകുമ്പോൾ അരി ഒട്ടും കുതിർന്നു പോകാതെ പെട്ടെന്ന് തന്നെ കഴുകി വാരി വയ്ക്കുക. അപ്പോൾ ആ രീതിയിൽ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോകാനായിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒരു അരമണിക്കൂർ അരിപ്പിയിൽ വെള്ളം വാർന്നു പോകാനായി വെച്ചിരുന്ന അരിയാണ്. വെള്ളമൊക്കെ നന്നായിട്ട് പോയി നല്ല ഡ്രൈ ആയിട്ടിരിപ്പുണ്ട്. ഇതിന് നമുക്കൊരു പാനിലേക്ക് ഇടാം, വറുത്തെടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഇടുന്നില്ല, ഒരു പകുതി ഭാഗം ആദ്യം വറുത്തെടുക്കുന്നു. അപ്പോൾ ഫ്ലെയിം നന്നായി തന്നെ കൂട്ടി വെച്ച് ഇത് വറുത്തെടുക്കാം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ 1 മിനിറ്റ് കൊണ്ട് തന്നെ അരി നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. അതിനുശേഷം ഇതുപോലെ പൊട്ടിത്തുടങ്ങും. അപ്പോൾ അത് ഈവനായിട്ട് പൊട്ടിക്കിട്ടണമെങ്കിൽ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യണം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് ചെയ്യുന്നത് കൊണ്ട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് വറുത്തെടുക്കണം. കരിഞ്ഞു പോയാൽ അരുചിയായിപ്പോവും. എല്ലാ അരിയും നന്നായിട്ട് പൊട്ടി കുമിളച്ച് വന്ന് അതിൻ്റെ കളറ് മാറി ഇതുപോലൊരു ലൈറ്റ് ബ്രൗൺ കളറാവണം. അപ്പോൾ ഇതാണ് അതിൻ്റെ പാകം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയിരിക്കുന്ന അരി കൂടി വറുത്തെടുക്കാം. ഇപ്പോൾ ഇതും പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 3 ഏലക്കയും 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർക്കാം. ഇത് ചേർക്കുമ്പോൾ ഫ്ലെയിം ലോയിലേക്ക് മാറ്റി ഒരു 30 സെക്കൻഡും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ പകുതി വീതം 2 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത ഏലക്കയും ജീരകവും ഒക്കെ നന്നായി തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുത്ത് ഒരു ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാണ്, ഏലക്കയും ജീരകമൊക്കെ ഒന്ന് ഈവനായിട്ട് മിക്സ് ആവാൻ വേണ്ടി. ഇനി ഒരു പാൻ ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. നെയ്ക്ക് പകരം ബട്ടർ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് പഴുത്തധികമായി പോയ പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ 4 പഴമാണ് ചേർക്കുന്നത്. കറക്റ്റ് 4 എണ്ണം തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഉള്ളതനുസരിച്ച് ചേർത്താൽ മതി. കൂടുതലുണ്ടെങ്കിൽ കൂടുതലും ചേർക്കാം. ഈ പഴം നമ്മളിനി വേവിച്ച് വിളയിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് വിളയിക്കുമ്പോൾ പാത്രത്തിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നെയ്യ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ പഴത്തിൻ്റെ അളവനുസരിച്ച് നെയ്യുടെ അളവ് നിങ്ങൾക്ക് മാറ്റാം. ഇനി ഈ പഴം ഒരു സ്പൂൺ കൊണ്ട് ഈ രീതിയിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ എല്ലാ പഴവും ഒന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് ചൂടൊക്കെ കയറി പഴം ഒന്ന് വേവായി തുടങ്ങുമ്പോഴേക്കും അതിൽ നിന്നും വെള്ളമെല്ലാം ഇറങ്ങി ഇതുപോലെ നല്ലൊരു ചാറ് പോലെ ആകും. ഇനി ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വഴട്ടി കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ചക്കപ്പഴമൊക്കെ വഴറ്റിയെടുക്കുന്ന അതേ രീതിയിൽ അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇതും വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് വഴറ്റിയെടുക്കാൻ ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. നമ്മളിടുന്ന ഫ്ലെയിം പോലെ ഇരിക്കും. പിന്നെ ഈ സമയത്ത് ഇത് വല്ലാണ്ട് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റ് ഇളക്കി കൊടുത്തുകൊണ്ട് കുറുക്കി ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇത്രയും മതി, ഈ ഒരു പരുവത്തിലാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർക്കാം. ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് ചേർക്കുന്നത്. ഇപ്പോൾ ശർക്കരയുടെ അളവെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ എണ്ണം അനുസരിച്ച് മാറും. അതുപോലെ തന്നെ പഴത്തിൻ്റെ മധുരം അനുസരിച്ചും മാറും. ഞാനിവിടെ 4 പഴത്തിന് ഗ്രേറ്റ് ചെയ്തെടുത്ത 10 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ ശർക്കര ചേർക്കുമ്പോൾ മധുരം അല്പം മുന്നോട്ട് നിൽക്കുന്ന അളവിൽ ചേർക്കണം.
കാരണം നമ്മളിനി ഇതിലേക്ക് അരി പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്താലും ഇതിന് മധുരം ഉണ്ടാവണം. ഈ സമയത്ത് ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി 2 പിഞ്ച് ഉപ്പ് ചേർക്കാം. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുന്നത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ചേർക്കുക. ഇതിനി നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരി പൊടിച്ച കൂടത്തിൽ ഏലക്കയും ജീരകവും പൊടിച്ചെടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 1/2 ടീസ്പൂൺ ഏലക്കയും 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ മതി. അപ്പം നമ്മൾ പഴം നല്ല പാകത്തിന് വഴട്ടിയെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന അരി കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം കുറച്ചിടുക, അതല്ലെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്ന അരി മുഴുവൻ ഇതിലേക്ക് ആവശ്യം വരില്ല. നമ്മളിവിടെ വെറും 4 പഴം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് 2-3 ടേബിൾ സ്പൂൺ വീതം അരി പൊടിച്ചത് ചേർക്കുക. മിക്സ് ചെയ്ത് നോക്കുക. അത്യാവശ്യം കട്ടിയായിട്ട് വരണം. നമുക്കിത് ഉരുട്ടി ഇനി ബോൾസ് ആക്കി എടുക്കാനാണ്. അപ്പോൾ ആ ഒരു പാകത്തിലാകുന്നത് വരെ അരി പൊടിച്ചത് ചേർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പൊടിച്ച അരിയിൽ ഒരു പകുതി ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇളക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ തിക്നെസ് മനസ്സിലാവും. അത്യാവശ്യം നന്നായിട്ട് കട്ടിയായി നമുക്കത് നല്ല വൃത്തിക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു തിക്നെസ് ഇതുപോലെ പാത്രത്തിൽ നിന്നും വിട്ടുപോരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സ് അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇപ്പോൾ അരി പൊടിച്ചത് ചേർത്തിരിക്കുന്നത് കുറഞ്ഞു പോയെങ്കിലും സാരമില്ല. നമ്മളിത് ഉരുട്ടുന്ന സമയത്ത് ആവശ്യമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് അതിൻ്റെ ചൂടൊന്ന് കുറയാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് അത്യാവശ്യം ഒന്ന് മാറിയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഈ സമയത്ത് ഇതൊന്ന് കുഴച്ച് നോക്കുക. കയ്യിൽ ഒട്ടുന്നുണ്ടോ, അതിൻ്റെ തിക്നെസ് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിനായിട്ടുണ്ടോ എന്നൊന്ന് നോക്കുക. അപ്പോൾ ഇതിൽ നല്ല ഒട്ടലുണ്ടെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ അരി പൊടിച്ചത് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. എനിക്കിവിടെ പാകത്തിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എക്സ്ട്രാ അരിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇനി ഓരോ ബോൾസായിട്ട് ഇത് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ബോളാക്കിയതിന് ശേഷം നമ്മൾ അരി പൊടിച്ചത് ബാക്കിയിരിപ്പുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ഇട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇവ തമ്മിൽ ഒട്ടാതെ ഇരിക്കും. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഞാനിവിടെ ബോൾസ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കിയാൽ 8 അരി ഉണ്ടയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത അരി കുറേ മിച്ചം വന്നിട്ടുണ്ട്. അത് പെട്ടെന്ന് കേടായൊന്നും പോകത്തില്ല. പുറത്ത് വെച്ചാലും മതി, അതല്ലെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. കുറേ നാളിരിക്കും. അപ്പോൾ ഇതുപോലെ വീണ്ടും തയ്യാറാക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. ഇനി അഥവാ അത് സൂക്ഷിച്ചു വയ്ക്കാൻ താല്പര്യമില്ലെങ്കിൽ അതിലേക്ക് കുറച്ച് തേങ്ങയും ശർക്കരയും കുറച്ച് ഏലക്കാപ്പൊടിയും ജീരകവും ചേർക്കുക. കുഴച്ച് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരിയുണ്ട കഴിക്കുക. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ല. ഇത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യും, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.